എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ പഴയ പന്തുകളിക്കാരൻ ഒരു ഫേസ്ബുക്ക് വീഡിയോ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുംഭമേള പരാമർശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നുവെന്നും അദ്ദേഹമാണ് ശരി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു പോയിൻ്റ് ബൈ പോയിൻ്റ് റിബട്ടലാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ എതിർത്ത് സംസാരിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും തൽപര കക്ഷികളാണ് എന്നാണ്. അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യത്തോടു കൂടി അഭിപ്രായം പറയുന്ന ആൾക്കാരാണ്, പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് തൽപര കക്ഷികൾ എന്നിരിക്കെ കുംഭമേളയുമായി ബന്ധപ്പെട്ട, ഗംഗയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ആരാണ് തൽപരകക്ഷിയായത് എന്ന് പന്തുകളിക്കാരനൊന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. അത് താങ്കളാണോ, താങ്കളെ വിമർശിക്കുന്ന ആൾക്കാരാണോ എന്നാലോചിച്ച് നോക്കുക. രണ്ടാമത്തെ പോയിന്റ്, അദ്ദേഹം പറയുന്നത് നിരീക്ഷകരുടെ പ്രശ്നം എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ്. അതിലാദ്യത്തേത്, കുംഭമേളയിൽ പങ്കെടുത്ത് അദ്ദേഹം പകർത്തിയ ചിത്രങ്ങൾ നല്ല അടിക്കുറിപ്പോടുകൂടി പോസ്റ്റ് ചെയ്തതാണോ പ്രശ്നം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. 2, ഗംഗയുമായി ബന്ധപ്പെട്ട് അത് കുളിച്ചാൽ ചൊറി വരും എന്ന രീതിയിലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു, അതായിരുന്നു പ്രശ്നം. മൂന്നാമത്തേത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണോ പ്രശ്നം എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. പന്തുകളിക്കാരൻ മനസ്സിലാക്കേണ്ടത് ഇത് മൂന്നും പ്രത്യേകമായിട്ടുള്ള വിഷയമല്ല, മറിച്ച് ഈ 3 വിഷയങ്ങളെ താങ്കൾ കണക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് താങ്കൾ പകർത്തിയ ചിത്രങ്ങളെല്ലാം കുംഭമേള എന്താണ് എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന രീതിയിൽ താങ്കൾ അതിനെ ഷെയർ ചെയ്യുകയും, എന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കുംഭമേള എന്നത് ഒരാൾക്കൂട്ടം മാത്രമാണ്, ഗംഗയിൽ കുളിച്ചാൽ ചൊറി വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഘടകവിരുദ്ധമായിട്ട് താങ്കൾ പിന്നീട് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഒരു വിഷയത്തിൽ വലിയൊരു ഇരട്ടത്താപ്പ് താങ്കൾ കാണിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ നിരീക്ഷകൻ ഉയർത്തിയ പ്രശ്നം. മറ്റുള്ള ആൾക്കാരെല്ലാവരും കണ്ടെത്തിയ പ്രശ്നവും അതുതന്നെയാണ്. താങ്കൾ പറയുന്നത് ഇങ്ങനെയാണ്: കുംഭമേള മോശമാണെന്ന് താങ്കൾ എവിടെയും പറഞ്ഞിട്ടില്ല, ചിലർക്ക് അങ്ങനെ തോന്നിയാൽ അത് അവരുടെ പ്രശ്നം മാത്രമാണ് എന്നാണ്. കുംഭമേള മോശമാണ് എന്ന് താങ്കൾ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അവരോട് മറുപടി പറയേണ്ടതാണ്. പക്ഷേ എൻ്റെ വീഡിയോ കാണിച്ചുകൊണ്ട് താങ്കൾ മറുപടി പറഞ്ഞാൽ അതിനർത്ഥം ഞാനത് പറഞ്ഞു എന്ന രീതിയിലാണ്. ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് താങ്കളെ വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. ഇതിന് സ്ട്രോമാൻ ആർഗ്യുമെൻ്റ് എന്നാണ് പറയുക. ഇന്നത്തെ കാലത്ത് സ്ട്രോമാൻ തിയറിയൊക്കെ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ വളരെ ലളിതമാണ്. ഇനി ഇതിൽ താങ്കൾ പറഞ്ഞതെന്താണ്? കുംഭമേള ഒരു മഹാസംഭവമായിട്ട് താങ്കൾക്ക് തോന്നിയില്ല എന്നാണ്. അങ്ങനെ തോന്നണമെങ്കിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടാകണം. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു തോന്നലുണ്ടാവുക. അതല്ലാതെ കുംഭമേള എന്താണ് എന്നറിയണം എന്ന മട്ടിൽ നിരവധി ആൾക്കാർ അവിടെ വരുന്നുണ്ടാകും. അതിലൊരാളായി അവിടെ എത്തുകയും കേവലം ഒരു ടൂറിസ്റ്റിനെ പോലെ അവിടെ നടക്കുകയും ചെയ്തതിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച കുംഭമേള അതല്ല, എൻ്റെ കുംഭമേള ഇങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ കുംഭമേള ഒരു മഹാസംഭവമാണ് എന്ന് തോന്നണമെങ്കിൽ വിശ്വാസിയായി മറ്റുള്ള ആൾക്കാർ പങ്കെടുക്കുന്നത് പോലെ തന്നെ കുംഭമേളയിൽ പങ്കെടുക്കാൻ താങ്കൾ ശ്രമിക്കണമായിരുന്നു. താങ്കളുടെ ഉദ്ദേശം അതായിരുന്നുവെന്ന് തോന്നുന്നില്ല. ഇനി അടുത്തത്, താങ്കളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു നുണയാണ്. താങ്കൾ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തോ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവന പറഞ്ഞുവെന്നും താങ്കൾ പറഞ്ഞതുപോലെയല്ല ഞാൻ താങ്കളുടെ വാക്കുകളെ വ്യാഖ്യാനിച്ചത് എന്നുമാണ്. വേണമെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് കുംഭമേളയിൽ പങ്കെടുത്ത് അമൃതസ്നാനമൊക്കെ ചെയ്യാം എന്ന് താങ്കൾ പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് വീഡിയോയിൽ താങ്കൾ പറയുന്നത് ഫെസ്റ്റിവലിലെ താങ്കളുടെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം എന്നാണ്. അതിങ്ങനെയായിരുന്നു: നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഈ പറയുന്ന അമൃതസ്നാൻ, ഗംഗയിൽ അമൃത് ഉണ്ടാകുന്നു, നിങ്ങൾ കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയും താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? ഒരേ കാര്യം തന്നെയാണ്. അതായത് താങ്കൾ പറയുന്നത് വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് അമൃതസ്നാനം ചെയ്യാനുണ്ടാകും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അതുതന്നെയാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്. വേണമെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് കുംഭമേളയിൽ പങ്കെടുത്ത് അമൃതസ്നാനമൊക്കെ ചെയ്യാം എന്നാണ് താങ്കൾ പറഞ്ഞത് എന്ന്. നമ്മൾ രണ്ടും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇതിലെവിടെയാണ് നമ്മൾ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നതിലെ പരസ്പര വിരുദ്ധത ഉണ്ടാകുന്നത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പറയാത്ത കാര്യം വ്യാജമായി ഇതിൽ കൂട്ടിച്ചേർത്ത് എന്തിനാണ് ഞാൻ സ്വയം അപഹാസ്യനാകുന്നത് എന്നൊക്കെയാണ് താങ്കൾ ചോദിക്കുന്നത്. ഒരുപക്ഷെ ഈ 2 ഭാഗവും, ഞാൻ പറഞ്ഞതും താങ്കൾ പറഞ്ഞതും ഒന്നുകൂടി താങ്കൾ കേട്ട് കഴിയുമ്പോൾ ആരാണ് അപഹാസ്യനാകുന്നത് എന്ന് താങ്കൾക്ക് തന്നെ ഒരുപക്ഷെ ബോധ്യമായേക്കും എന്നാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ. ഇനി അടുത്തത്, താങ്കളുടെ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്ന പ്രസ്താവനയെ അധികരിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ ചോദിച്ച ഒരു കാര്യമാണ്. മേളനഗരിയിൽ വലിയൊരു ആൾക്കൂട്ടത്തെ മാത്രമാണ് താങ്കൾ കണ്ടത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്കൂട്ടത്തെ മാത്രമാണോ കണ്ടത് എന്ന് ഞാൻ താങ്കളോട് ചോദിച്ചത്രേ. ശരിയാണ്, താങ്കൾ പറഞ്ഞിരുന്ന എക്സാക്റ്റ് ഭാഗം ഇങ്ങനെയാണ്: ഞാനും നിങ്ങളെപ്പോലെ കുംഭമേള വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചാണ് പോയത്. എൻ്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്നത് വലിയ സംഭവമല്ല. കുംഭമേള എന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ്. 40 കോടി 50 കോടി വാട്ട് എവർ ദ നമ്പർ ഈസ്, ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള. എന്നുവെച്ചാൽ താങ്കൾക്കതിനെ വലിയ മഹത്തായിട്ടൊന്നും അനുഭവപ്പെട്ടില്ല എന്നും ആൾക്കൂട്ടം മാത്രമാണ് എന്നും താങ്കൾ പറയുന്നുണ്ട്.
ഇനി താങ്കൾ ആരോപിക്കുന്നത് താങ്കൾ പറഞ്ഞ ഒരു ഭാഗം ഞാനവിടെ മറച്ചു വെച്ചിട്ടാണ് സംസാരിച്ചത് എന്നാണ്. ആ ഭാഗം താങ്കൾ പറയുന്നത് എങ്ങനെയാണ്? ഒരു ഭാഗത്ത് അഖാഡകളും സന്യാസിമാരും നാഗസന്യാസിമാരും, മറ്റൊരു ഭാഗത്ത് കുളിക്കാൻ വന്ന ജനം, കച്ചവടക്കാർ, സർക്കസുകാർ, ചായക്കടക്കാർ, ആൾക്കൂട്ടത്തിൽ പലതരം ആൾക്കാർ. അത് എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നാണ്. അതായത് നിരവധി മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ എത്തുന്നു. അപ്പോൾ അതിനെ കേവലം ഒരു ആൾക്കൂട്ടം എന്ന രീതിയിലത്തേക്ക് പറഞ്ഞപ്പോൾ ഇങ്ങനെ താങ്കൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യമാണ് താങ്കൾ എന്നോട് ചോദിക്കുന്നത്. ചർച്ചയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് എന്താണ്? ആൾക്കൂട്ടം എന്ന് വെച്ചാൽ ഒരു പ്രദേശത്ത് ഒത്തുകൂടുന്ന നിരവധി ആൾക്കാരാണ്. അവർക്ക് ഒരു കോമൺ പർപ്പസ് ഉണ്ട് എന്നിടത്താണ് അവർ കേവലം ഒരു ആൾക്കൂട്ടമല്ലാതെയായി മാറുന്നത് എന്നാണ് ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞത്. അതിന് ഞാൻ 1-2 ഉദാഹരണങ്ങളും പറഞ്ഞു. അതിലൊന്ന് ഒരു സമരവുമായി ബന്ധപ്പെട്ടും നമുക്ക് കാണാൻ സാധിക്കുക ഒരാൾക്കൂട്ടത്തെയാണ്. പക്ഷേ ആ ആൾക്കൂട്ടത്തിന് ഒരു പർപ്പസ് ഉണ്ട് എന്നിടത്താണ് അതൊരു ആൾക്കൂട്ടത്തിന് മുകളിലേക്ക് വളർന്ന് ഒരു സമരമായി മാറുന്നത് എന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന സന്യാസിമാർ, അഖാഡയിലുള്ള ആൾക്കാർ, നാഗസന്യാസിമാർ, അവിടേക്ക് വരുന്ന ചായക്കടക്കാർ, സർക്കസുകാർ, മറ്റ് കച്ചവടക്കാർ തുടങ്ങിയ ആൾക്കാരെല്ലാവരും ഏതൊരു സ്ഥലത്തും ഉണ്ടാകുന്നതാണ്. ഇവരെല്ലാവരും തന്നെ വരുന്നത് അവിടുത്തെ ട്രഡീഷനെ മാനിച്ചുകൊണ്ട് തന്നെയാണ്. അതല്ലാതെ ഇവർ പ്രത്യേകമായിട്ട് കച്ചവടത്തിന് മാത്രം എന്ന രീതിയിൽ വരുന്നതല്ല. അതിപ്പോൾ പാലാപ്പള്ളി പെരുന്നാൾ നടന്നു കഴിഞ്ഞാലും, ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവം നടന്നു കഴിഞ്ഞാലും, ഭീമാപള്ളിയിലെ പെരുന്നാൾ നടന്നു കഴിഞ്ഞാലും ഒക്കെ തന്നെ ഇതേ രീതിയിൽ തന്നെയാണ് അവിടെ എല്ലാവരും തടിച്ചുകൂടുക. അവിടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാകും, വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാകും, പല ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി വരുന്ന ആൾക്കാരും ഉണ്ടാകും. പക്ഷേ അവരുടെ എല്ലാം പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കുക, ആ ഒരു പെരുന്നാളിൽ പങ്കെടുക്കുക, അവിടെ നിന്ന് മടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ കേവലം ഒരു ആൾക്കൂട്ടമല്ല മഹാകുംഭമേളയിൽ എത്തുന്നത്. അവിടെ വരുന്ന ആൾക്കാരും കൃത്യമായിട്ടുള്ള ഒരു പർപ്പസോടുകൂടി തന്നെയാണ് അവിടെ വരുന്നത്. അവരിലും താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ വിവിധ വിഭാഗങ്ങളുണ്ടാകും എന്ന് കരുതി അവർക്കൊരാൾക്കൂട്ട സ്വഭാവമല്ല, മറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പർപ്പസോട് കൂടിയിട്ടാണ് അവരവിടെ എത്തുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന മഞ്ഞപ്പട പോലെയുള്ള ഗ്രൂപ്പുകളോട് കൊമ്പ് കോർക്കുന്ന ആൾക്കാരാണ് സർക്കസ് കാണിക്കുന്നത് എന്ന് താങ്കളെ വിനീതമായി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തത് താങ്കളുടെ ഈ ധർമ്മത്തിലുള്ള അറിവില്ലായ്മയെ പൂർണ്ണമായും എക്സ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. താങ്കളിവിടെ പറഞ്ഞിരിക്കുന്നത് ഹൈന്ദവ പാരമ്പര്യത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ശ്രീ ശങ്കരാചാര്യർ കുംഭമേളയെക്കുറിച്ചും ഗംഗാജലത്തിനെക്കുറിച്ചുമൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുമെന്നാണ്. താങ്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യരെയാണ്. താങ്കൾക്കറിയില്ല എങ്കിൽ പറഞ്ഞുതരാം. 4 ശങ്കര മഠങ്ങളാണുള്ളത് രാജ്യത്തിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട്. അതിൽ ശൃംഗേരിയുണ്ട്, പിന്നെ ദ്വാരകയുണ്ട്, പുരിയുണ്ട്, ജ്യോതിർമഠവുമുണ്ട്. ഈ 4 സ്ഥലങ്ങളിലും ശങ്കരാചാര്യന്മാരുണ്ട്. അവരോരോരുത്തരുമാണ് ശങ്കരൻ്റെ പാരമ്പര്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്നത്. എന്നാൽ മറ്റ് 3 മഠങ്ങളിൽ നിന്ന് ഈ ജ്യോതിർമഠത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് അവിടെ ശങ്കര പരമ്പരയിലുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ശങ്കരാചാര്യർ 1776 വരെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഏതാണ്ട് 165 വർഷക്കാലം അവിടെ ഒരു മഠാധിപതി എന്ന രീതിയിൽ ഒരു ശങ്കരാചാര്യർ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് 1940കളുടെ തുടക്കത്തിൽ മറ്റ് 3 ശങ്കര മഠങ്ങളിൽ നിന്നുള്ള ശങ്കരാചാര്യന്മാർ ചേർന്ന് ശങ്കര പാരമ്പര്യമെല്ലാം പരിശോധിച്ചതിന് ശേഷം യുക്തമായ രീതിയിൽ ഒരാളിനെ അവിടുത്തെ മഠാധിപതിയായി ശങ്കരാചാര്യരായി ആരോഹണം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം ആരെയാണോ നിർദ്ദേശിച്ചിരുന്നത് അദ്ദേഹത്തിന് ശങ്കരാചാര്യരായുള്ള സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് വിമുഖതയുണ്ടായിരുന്നു. അതേ തുടർന്ന് വീണ്ടും ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടായി. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഈ മരണപ്പെട്ട ശങ്കരാചാര്യരുടെ വിൽപ്പത്രം കൊണ്ടുവന്ന് അതിൽ തന്നെയാണ് അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നത് എന്ന് സ്ഥാപിക്കാനായിട്ട് ഒരു വ്യക്തി ശ്രമിച്ചു. അത് മറ്റു 3 ശങ്കരമഠങ്ങളും എതിർത്തെങ്കിലും അദ്ദേഹം സ്വയം സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് പിന്നീട് പാരലലായിട്ട് മറ്റൊരാളിനെ കൂടി ഈ 3 മഠാധിപതികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വീണ്ടും തീരുമാനിക്കുന്നുണ്ടായി. അതായത് ജ്യോതിർമഠവുമായി ബന്ധപ്പെട്ട് ഒരേ സമയത്ത് 2 ശങ്കരാചാര്യന്മാർ, അതിലൊരാൾ പഴയ സീറ്റ് ഏറ്റെടുത്തു, മറ്റൊരാൾ പുതിയൊരു സീറ്റ് ഏറ്റെടുത്തു, പുതിയൊരു സ്ഥലത്ത് പുതിയൊരാശ്രമം തുടങ്ങി. അങ്ങനെ 3 മഠാധിപതികളും ചേർത്ത് എടുത്തിരുന്ന പാരലൽ ശങ്കരാചാര്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇതേ പ്രതിസന്ധി ഉണ്ടായി. കാരണം അദ്ദേഹവും തൻ്റെ അനന്തരാവകാശി ആരായിരിക്കും എന്ന കാര്യത്തിനെപ്പറ്റി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് 2014 കാലഘട്ടത്തിൽ മറ്റൊരാൾ ഇതേപോലെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു വിൽപ്പത്രവുമൊക്കെ കൊണ്ടുവന്നിട്ട് അതിൽ തന്നെയാണ് അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന് ഈ സ്ഥാനത്തിന് അവകാശമുന്നയിച്ചു. ആ വ്യക്തിയാണ് താങ്കളിപ്പോൾ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ശ്രീ ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ ജ്യോതിർമഠത്തിലെ അവിമുക്താനന്ദ സരസ്വതി. അദ്ദേഹം തൻ്റെ സ്ഥാനാരോഹണത്തിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ അത് ചാലഞ്ച് ചെയ്യപ്പെട്ടു. അവസാനം അത് സുപ്രീം കോടതിയിലെത്തി. എന്നിട്ട് സുപ്രീം കോടതി ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം അഥവാ കോറോണേഷൻ സ്റ്റേ ചെയ്യുകയും ചെയ്തു. 2022 ഇത് നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കോറോണേഷൻ നടത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹം സ്വയമേവ താനാണ് ശങ്കരാചാര്യർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനത്തിരിക്കുകയുമാണ്.
വലിയൊരു വിഭാഗം ഹൈന്ദവർ അവിമുക്താനന്ദ സരസ്വതിയെ ശങ്കരാചാര്യരായിട്ട് അംഗീകരിക്കുന്നു പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ അഭിപ്രായമാണ് താങ്കൾ ആധികാരികമായിട്ട് സ്വീകരിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് ഹൈന്ദവ പാരമ്പര്യത്തിനെ പറ്റിയോ ശങ്കര പരമ്പരയെ പറ്റിയോ ഒരക്ഷരം പോലും അറിയില്ല എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. തന്നെയുമല്ല, മറ്റ് ശങ്കരാചാര്യന്മാരെ പോലെ അല്ലാതെ മതപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അവിമുക്താനന്ദ സരസ്വതി. അത് പലപ്പോഴും വിവാദമായിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം വിവിധ കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹവും മറ്റ് മഠാധിപതികളും തമ്മിലൊക്കെ തന്നെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഡെഫമേഷൻ സൂട്ടുകളൊക്കെ പല കോടതികളിലും ഫയൽ ചെയ്യാറുണ്ട്. സുപ്രീം കോടതി തന്നെ ഇതൊക്കെ പരിഗണിച്ചതിന് ശേഷം നിങ്ങൾ സന്യാസിമാർ തമ്മിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് എന്നൊക്കെ പലതവണ പറയേണ്ടി വന്നിരിക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന ഒരാളല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നയാളാണ് താങ്കൾ ഈ പറഞ്ഞ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഉന്നത സ്ഥാനം വഹിക്കേണ്ടുന്ന ശങ്കരാചാര്യർ. അപ്പോൾ കോറോണേഷൻ പോലും സുപ്രീം കോടതി ഇടപെട്ട് തടഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് താങ്കൾ ഇത്ര വലിയ പ്രസ്താവനകളൊക്കെ തന്നെ അടിച്ചുവിടുന്നത് എന്ന് താങ്കളൊന്ന് ആലോചിച്ച് നോക്കണം. അത് പന്ത് തട്ടുന്നത് പോലെ അത്ര ലളിതമല്ല. ഇനി ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന താങ്കൾ പറഞ്ഞിരിക്കുന്ന അതേ പ്രസ്താവനയാണ് എന്നൊക്കെ താങ്കൾ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഗംഗ മലിനപ്പെടാനുള്ള സാധ്യതയുണ്ട്, അവിടുത്തെ വെള്ളം സ്റ്റാഗ്നൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്, വാട്ടർ ബാരിക്കേഡുകളും മറ്റും ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ചില പ്രദേശങ്ങളിൽ കാര്യമായിട്ടുള്ള ഒഴുക്കില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആ ഭാഗത്ത് മാത്രമേ എല്ലാവർക്കും മുങ്ങാനുള്ള സൗകര്യമുള്ളൂ എന്ന് ഞാൻ ആ വീഡിയോയിൽ എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. താങ്കൾ അവിടെ പോയി ആൾക്കാർ സ്നാനം നടത്തുന്ന സ്ഥലം പരിശോധിച്ചിരുന്നുവെങ്കിൽ കുറേയധികം ആൾക്കാർ ആ ഭാഗത്തും മറ്റുള്ള ആൾക്കാർ അവിടെ നിന്ന് ബോട്ടെടുത്ത് കൂടുതൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മറ്റ് ഘാട്ടുകളിലേക്കൊക്കെ പോയി തന്നെ സ്നാനം ചെയ്യുന്നതും താങ്കൾക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റായിപ്പോയി. വെള്ളത്തിന് ഒഴുക്ക് കുറഞ്ഞാലോ അതിലേക്ക് പുഷ്പം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നിക്ഷേപിച്ചാലോ അത് മലിനമാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് കോമൺ സെൻസ് ആണ്, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനർത്ഥം ഗംഗയിലെല്ലാം തന്നെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വെള്ളമുണ്ട് എന്നല്ല. ഗംഗയിൽ പൊതുവേ നല്ല ഒഴുക്കുണ്ട്. പക്ഷേ ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കുറേയധികം ആൾക്കാർ അവിടെ വന്ന് അവിടെ മുങ്ങിയിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. എന്ന് കരുതി താങ്കൾക്ക് അവിടെ മുങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അവിടെ മാത്രമേ മുങ്ങാവൂ എന്നില്ല, മറ്റ് സ്ഥലങ്ങളിൽ പോയി മുങ്ങാം. ഇപ്പോൾ ഞാൻ തന്നെ മുങ്ങിയിരിക്കുന്നത് ആ ഭാഗത്തല്ല, മറ്റൊരു ഭാഗത്താണ്. അതുകൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വെറുതെ എൻ്റെ മേലിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം ഞാൻ എൻഡോഴ്സ് ചെയ്യുകയാണ് എന്ന രീതിയിലത്തേക്ക് വെച്ച് കെട്ടാനായിട്ട് ശ്രമിക്കരുത്. ഇനി തന്നെയല്ല, വെള്ളം മലിനമാണ് എന്ന് പറയുന്നതും വെള്ളത്തിൽ കുളിച്ചാൽ ചൊറി വരുമെന്ന് പറയുന്നതും രണ്ട് കാര്യമാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത് ഗംഗയിൽ മഹാകുംഭമേളയുടെ സമയത്ത് മാത്രമല്ല ആൾക്കാർ കുളിക്കുന്നത്. അവിടെ സ്ഥിരമായിട്ട് പല സംസ്ഥാനങ്ങളിൽ കൂടി ഗംഗ ഒഴുകുന്ന സമയത്ത് ആൾക്കാരവിടെ കുളിക്കാറുണ്ട്, വസ്ത്രം അലക്കാറുണ്ട്, പലപ്പോഴും പ്രാഥമിക കൃത്യങ്ങൾ പോലും ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. അത് ഗംഗയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമൊന്നുമല്ല, ഇവിടെ കേരളത്തിലുള്ള നദികളിൽ ഉൾപ്പെടെ ഇതുണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയാലൊന്നും തന്നെ അവിടെ നിന്ന് വെള്ളമെടുത്ത് കുടിക്കാറൊന്നുമില്ല എന്ന് താങ്കൾ ഓർക്കുക. ഇനി അവിമുക്താനന്ദ സരസ്വതി എന്ന വിദഗ്ധൻ്റെ അഭിപ്രായത്തിന് ശേഷം താങ്കൾ പറയുന്ന മറ്റൊരു അഭിപ്രായമുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ രാകേഷ് ശർമ്മയാണ്. അദ്ദേഹം പ്രയാഗ്രാജിലെ ഹെൽത്ത് അഡീഷണൽ ഡയറക്ടർ നോഡൽ ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ താങ്കൾ വളച്ചൊടിച്ചിട്ടാണ് സംസാരിച്ചത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിയർലി 1/5 ഓഫ് ദ ടോട്ടൽ കേസസ് ട്രീറ്റഡ് ഇൻ ഓൾ 23 ഹോസ്പിറ്റൽസ് ഓഫ് മഹാകുംഭ് നഗർ സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ മേള വെയർ ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അതായത് ആൾക്കാർക്ക് ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടായിട്ടുണ്ട്. ഫോളോഡ് ബൈ 10 to 15% കേസസ് ഓഫ് സ്കിൻ ഇൻഫെക്ഷൻസ്. 10 മുതൽ 15% വരെ ആൾക്കാർക്ക് സ്കിന്നിന് അല്ലെങ്കിൽ തൊലിപ്പുറത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എലോങ് വിത്ത് എ സിമിലർ പെർസെൻറ്റേജ് ഓഫ് ഫീവർ ആൻഡ് സ്റ്റമക് റിലേറ്റഡ് ഡിസോർഡേഴ്സ്. ആൾക്കാർക്ക് പനി, വയറിന് പ്രശ്നം തുടങ്ങിയ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് യു പിയിലെ തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. ഇവിടെ താങ്കൾക്ക് പറ്റിയ വലിയൊരു മണ്ടത്തരമുണ്ട്. ആ മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഡോക്ടർ രാകേഷ് ശർമ്മ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഗംഗയിലെ വെള്ളം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. താങ്കളുടെ പോയിന്റ് ഗംഗയിലെ വെള്ളത്തിൽ കുളിച്ചാൽ ചൊറി വരും എന്നായിരുന്നു. ഈ സ്കിൻ ഡിസീസിനെ പറ്റി പറയുന്നത് പോലും ഗംഗയിലെ വെള്ളത്തിൽ നിന്നാണ് എന്ന് ഈ വാർത്തയിൽ എങ്ങും തന്നെ പരാമർശമില്ല. തന്നെയുമല്ല, അവിടെ നിന്ന് സ്കിൻ ഇൻഫെക്ഷൻ ഈ ക്രൗഡുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ അവിടെ വന്നിരുന്നു. അവർക്ക് ഗംഗാ സ്നാനം നടത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തൊലിപ്പുറത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അവർ ഗംഗയിൽ പോയി മുങ്ങിയതിന് ശേഷമല്ല അവർക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായത്. ഈ വാർത്തയിൽ തന്നെ ഡോക്ടർ രാകേഷ് ശർമ്മ എങ്ങും പറയുന്നില്ല ആ ഗംഗാ ജലം കൊണ്ടാണ് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇനി ആ വാർത്ത താങ്കൾ പൂർണ്ണമായി പരിശോധിച്ചിരുന്നുവെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ഡോക്ടർ ശർമ്മ പറയുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടോ താങ്കൾ വിട്ടുപോയി. അതിങ്ങനെയാണ്: As per the senior health official, the significant number of devotees suffering from upper respiratory tract infections
could be attributed to continuous inhalation of Ganga sand as the Mahakumbh is being held on the banks of Sangam, a landmass largely covered with fine sand. അതായത് താങ്കൾ അവിടെ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഗംഗയുടെ തീരത്തുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ കടൽ തീരത്ത് കാണുന്നത് പോലെയുള്ള പൂഴി മണ്ണാണ്. ആ മണ്ണ് ശ്വസിക്കുന്നത് കൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എന്ന് ഡോക്ടർ രാകേഷ് ശർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗംഗയിലെ വെള്ളത്തിനെക്കുറിച്ച് അവിടെ പരാമർശമില്ല, മറിച്ച് ഗംഗാ തീരത്തെ പൂഴിമണ്ണാണ് ഈ ഇൻഫെക്ഷന് കാരണമാകുന്നത് എന്നാണ് അവിടുത്തെ ഹെൽത്ത് ഒഫീഷ്യൽസ് പറയുന്നത്. താങ്കളുടെ പോയിന്റ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഗംഗയിൽ കുളിച്ചാൽ ചൊറി വരും എന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഞാൻ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യയുടേത് ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. അവർക്കൊക്കെ മുങ്ങുന്നതിന് മുമ്പാണ് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായത്. അത് ക്രൗഡിലേക്ക് പോകുന്ന സമയത്ത് സ്കിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. അത് ഇവരുടെ കാര്യത്തിലും സ്ഥിരീകരിച്ചതാണ്. തന്നെയുമല്ല, ആ റിപ്പോർട്ടിലെങ്ങും തന്നെ ഗംഗാ വെള്ളം കൊണ്ടാണ് ഈ സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നില്ല. അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്ന ചൊറി എവിടെ നിന്ന് വന്നിരിക്കുന്ന ചൊറിയാണ് എന്നുള്ളതാണ് താങ്കളോടുള്ള ചോദ്യം. ഇനി ഇവിടുത്തെ വൈറൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ലൈൻ കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. ഹി സ്റ്റേറ്റഡ്, ആര്? നമ്മുടെ ഡോക്ടർ രാകേഷ് ശർമ്മ. ഹി സ്റ്റേറ്റഡ് that the large number of devotees suffering from respiratory trouble accompanied by excessive coughing should not be considered an outbreak of viral infection. അതായത് കുറേയധികം ആൾക്കാർക്ക് ചുമയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്ന് കരുതി അതൊരു വൈറൽ ഇൻഫെക്ഷൻ്റെ ഔട്ട്ബ്രേക്ക് ആണ് എന്ന് പരിഗണിക്കേണ്ടതില്ല എന്ന് ഡോക്ടർ രാകേഷ് ശർമ്മ തന്നെ ആ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ പ്രത്യേക സൗകര്യപൂർവ്വം താങ്കൾ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടി കണ്ടില്ല. അപ്പോൾ അത് ഒന്നുകൂടി പൂർണ്ണമായിട്ട് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. ഇത്തരത്തിൽ അപഹാസ്യനാകുന്നത് ഒഴിവാക്കാം എന്ന് പന്തുകളിക്കാരനോട് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വെള്ളത്തിൻ്റെ കുഴപ്പമാണെന്ന് ആരാണ് പന്തുകളിക്കാരാ താങ്കളോട് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം. ഇനി താങ്കൾ ഈ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയും മറ്റുള്ള ആൾക്കാരുടെയും ഒക്കെ റിപ്പോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് ദ വീക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ വളരെ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ഒരു ഭാഗം ഞാൻ താങ്കളുടെ അറിവിലേക്കായി ഒന്ന് വായിക്കാം. അതിങ്ങനെയാണ്. ഫോർ മോർ ദാൻ എ സെഞ്ചുറി scientists documented the self-cleansing and special healing properties of Ganga water and identified bacteriophage as the reason behind the same. അതായത് ഒരു നൂറ്റാണ്ടിലധികമായി സയൻറ്റിസ്റ്റുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം ഗംഗയുടെ സെൽഫ് ക്ലെൻസിങ് ആൻഡ് സ്പെഷ്യൽ ഹീലിംഗ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അതായത് ഗംഗ എങ്ങനെയാണ് സ്വയം ശുദ്ധീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഒരു നൂറ്റാണ്ടിലധികമായിട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ദ വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ദ വീക്ക് കോട്ട് ചെയ്യുന്നത് ഓംകാർ ഗാവോങ്കർ എന്ന ഒരു എൻവയോൺമെൻറ്റലിസ്റ്റിനെയാണ്. ആ വാർത്തയുടെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. ഓംകാർ ഗാവോങ്കർ, an environmentalist specialized in soil and water pollution monitoring, explains that this characteristic is largely influenced by the river's geographical course, sediment composition and the nutrients it carries. അതായത് ഗംഗയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒഴുക്ക്, സെഡിമെൻ്റ് കോമ്പോസിഷൻ, അതേപോലെ തന്നെ അതിലുള്ള ന്യൂട്രിയൻസ്, ഇതൊക്കെ കൊണ്ട് ഒരു സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി ഉള്ള നദിയാണ് ഗംഗ എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുണ്ട് എന്നാണ്. അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. ദി മൈക്രോബിയൽ മേക്കപ്പ് ഓഫ് ഗംഗ വാട്ടർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാക്ടേഴ്സ് സച്ച് ആസ് ദ സോൾട്ട്സ് പ്രസൻറ്റ്, അതിലുള്ള പല ലവണങ്ങളുടെ സാന്നിധ്യം, ദ സെഡിമെൻറ്റ് കോമ്പോസിഷൻ, അതിലുള്ള സെഡിമെൻറ്റുകൾ, pH ലെവൽസ്, വെള്ളത്തിൻ്റെ pH ആൻഡ് ഓവറോൾ ന്യൂട്രിയൻ കോണ്ടൻറ്റ്, അതിലുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ന് സീസ് ഗാവോങ്കർ അദ്ദേഹം പറയുന്നുണ്ട്. He acknowledges that bacteriophages found in the river can play a crucial role in combating bacterial infections. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഗംഗയിലുള്ള ബാക്ടീരിയോഫേജസ് സഹായിക്കുന്നുണ്ട് എന്നാണ് ഈ എൻവയോൺമെൻറ്റലിസ്റ്റ് പറയുന്നത്. These viruses attack harmful bacteria. വളരെ അപകടകാരികളായിട്ടുള്ള ബാക്ടീരിയകളെ ഈ ബാക്ടീരിയോഫേജസ് വൈറസസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വിച്ച് കുഡ് ഹാവ് ഇംപ്ലിക്കേഷൻസ് ഫോർ ഡിസീസ് പ്രിവെൻഷൻ. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം എന്നത് തടയപ്പെടുന്നുണ്ട്. ഇനി നമ്മുടെ പന്തുകളിക്കാരൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നുണയാണ്. അവിടെ വരുന്ന ഒരു വിശ്വാസിയോടും കുളിക്കേണ്ട കുടിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആരോടെങ്കിലും കുളിക്കേണ്ട കുടിക്കേണ്ട എന്ന് താങ്കൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും സ്ട്രോമാൻ തിയറിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന മട്ടിൽ താങ്കൾ ഇവിടെ അവതരിപ്പിക്കുകയും അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെ തെറ്റായിട്ടുള്ള ചില പ്രാക്ടീസസ് ആണ്. അതിനേക്കാൾ ബെറ്ററായിട്ടുള്ള കളി കളിക്കാൻ താങ്കൾക്കറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്തത്, മഹാകുംഭമേളയിൽ വലിയവനില്ല ചെറിയവനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്ന മട്ടിൽ ഞാൻ ന്യൂസ് 8ൻ്റെ ചർച്ചയിൽ സംസാരിക്കുന്ന ഒരു ചെറിയ ഭാഗത്തിനെ അടർത്തി താങ്കൾ കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ട് താങ്കൾ പിന്നീട് വിശദീകരിക്കുന്നത് അവിടെ ഒരു VIP കൾച്ചറുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ലക്ഷൂറിയസ് ടെൻറ്റിലാണ് താമസിച്ചത് എന്നാണ്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളുടെ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും ഒന്നും തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അതിലെ കൂടി ഞാൻ നടക്കണമായിരുന്നു അത് മനസ്സിലാക്കാൻ എന്നൊക്കെയാണ് താങ്കൾ പിന്നീട് പറയുന്നത്. ഞാനവിടെ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള യാത്രാനുഭവത്തെക്കുറിച്ചാണ്. ഇവിടെ വലിയവനില്ല ചെറിയവനില്ല എന്ന് ഞാൻ പറഞ്ഞത് ആൾക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള കപ്പാസിറ്റിയുടെ പേരിലോ ആൾക്കാർ അവർക്ക് താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ടെൻറ്റിൻ്റെ പേരിലോ ആയിരുന്നില്ല എന്ന് താങ്കൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും.
ഞാനവിടെ പറഞ്ഞത് അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഞാനത് പറഞ്ഞതാണ്. ആ പർപ്പസ് എന്ന് പറയുന്നത് അവിടെ ഗംഗയിൽ അമൃത സ്നാനം കഴിഞ്ഞ് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ആ വരുന്ന ആൾക്കാർക്ക്, ഗംഗയിൽ മുങ്ങാനെത്തുന്ന ആൾക്കാർക്ക് അവർ തമ്മിൽ വലിപ്പച്ചെറുപ്പമോ ജാതീയമായിട്ടുള്ള വേർതിരിവുകളോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാമുദായികമായിട്ടോ ഉള്ള വേർതിരിവുകളൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് സനാതന ധർമ്മത്തിൻ്റെ ഒരു ട്രൂ ഡെപ്പിക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ വ്യാഖ്യാനിച്ചത്. അതല്ലാതെ അവിടെ വരുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് ഒരേ അവസ്ഥയാണ് എന്നല്ല പറഞ്ഞത്. എല്ലാവരും ഒരേ നദിയിൽ മുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എത്തുന്നത് എന്നത് മാത്രമാണ് എൻ്റെ പോയിന്റ്. അങ്ങനെ സാമ്പത്തികാവസ്ഥ നോക്കിയിട്ടാണ് എന്നുണ്ടെങ്കിൽ പല ആൾക്കാർ പല രീതിയിലല്ലേ അവിടെ ചെല്ലുക. ചില ആൾക്കാർ സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് ചെല്ലും, ചില ആൾക്കാർ ടാറ്റ കർവ് ഓടിച്ച് ചെല്ലും, ചില ആൾക്കാർ ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർ ഫ്ലൈറ്റിലാണ് അവിടെ പോയത്, നിരവധി ആൾക്കാർ ട്രെയിനിൽ പോകുന്നവരുണ്ട്, ബസ്സിൽ പോകുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല ആൾക്കാരുണ്ട്. അതൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഏത് ട്രാൻസ്പോർട്ടേഷൻ മോഡ് തിരഞ്ഞെടുക്കണം എന്നതൊക്കെ ഒരാളിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിപ്പോൾ ശബരിമലയിൽ വരുന്ന സമയത്തും ആൾക്കാരിങ്ങനെ പല രീതികളിലാണ് പോകുന്നത്. ലോകത്തെവിടെയും ആൾക്കാരുടെ യാത്രാ സംവിധാനം എന്ന് പറയുന്നത് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്നതാണ്. അതേപോലെ തന്നെ താമസിക്കാനായിട്ട് ഓരോരുത്തരും സ്ഥലം തിരഞ്ഞെടുക്കുന്നതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അവർക്ക് എത്രത്തോളം പണം അഫോർഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ലക്ഷറീസ് ആയിട്ടുള്ള ടെൻറ്റുകളും അതല്ലാത്ത സാധാരണ ടെൻറ്റുകളും ഇനി ടെൻറ്റുകളിലല്ലാതെ മണൽപ്പുറത്ത് തന്നെ കിടക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെയുണ്ട്. അത് ഏതൊരു തീർത്ഥാടന കേന്ദ്രത്തിലും അവിടെയുള്ള സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആൾക്കാർ കഴിയുക. ശബരിമലയിൽ അതേപോലെ തന്നെ നമ്മൾ വഴിയിൽ വിരിവെച്ച് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, വിരിവെക്കാനുള്ള സ്ഥലത്ത് വിരിവെച്ച് കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവിടെയുള്ള ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്, ആ രീതിയിലേക്കുള്ള ഒരു ഡിസ്ക്രിമിനേഷനൊക്കെ എവിടെ ഉണ്ട് എന്നതും സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. മറിച്ച് ശബരിമലയിൽ പോകുന്ന ആൾക്കാരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അയ്യപ്പ വിഗ്രഹം കണ്ടു വണങ്ങുക എന്നതാണ്. എന്നതുപോലെ തന്നെ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഒരേ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഗംഗാസ്നാനം നടത്തി മടങ്ങുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അതിനെ അനാവശ്യമായിട്ട് തെറ്റായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പന്തുകളിക്കാരും ശ്രമിക്കരുത്. ഇനി അടുത്തത് അവിടെയുള്ള സാനിറ്റേഷൻ ജോലികൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അവരെല്ലാവരും സന്നദ്ധ പ്രവർത്തകരാണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ പന്തുകളിക്കാരൻ ഇവിടെയും തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒക്കെ തന്നെ ഓഫ് സൈഡ് ഗോളുകൾ പോലെ തന്നെയാണ്. ഇതിൽ താങ്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ സാനിറ്റേഷൻ വർക്ക് നടത്തുന്ന അവിടുത്തെ UP എംപ്ലോയീസ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് ഉണ്ട്, അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. നിരവധി സന്നദ്ധ പ്രവർത്തകരുണ്ട്. ആ സന്നദ്ധ പ്രവർത്തകരിൽ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെടുന്ന ഗംഗാ സേവാ ദൂത് എന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതുകൂടാതെ സന്നദ്ധ പ്രവർത്തകർ വേറെയുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമൃതാനന്ദമയി മഠവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അദാനിയുടെ കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരവിടെയുണ്ട്, മോഹൻജി വില്ലേജിലെ ആൾക്കാരവിടെയുണ്ട്, ശ്രീഎമ്മിൻ്റെ ആൾക്കാരവിടെയുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാരവിടെ സർവീസ് ദാനം ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ശ്രമം അവർ ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും കൃത്യമായിട്ടുള്ള കണക്കുകൾ പോലും നമ്മൾ എടുത്തിട്ടില്ല. അതിൽ തന്നെ UP സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സാനിറ്റേഷൻ വർക്ക് നടത്തുന്ന ആൾക്കാരവിടെ ഉണ്ട് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ന്യൂസ് 8ൻ്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ടെൻറ്റുകളിൽ ദിവസവും ഈ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്, അതിന് കൃത്യമായിട്ട് സ്റ്റാഫ് വരുന്നുണ്ട്, അതൊക്കെ സർക്കാർ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഈ ചർച്ചയിൽ ഞാൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ സ്റ്റാഫും അവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒപ്പം സന്നദ്ധ പ്രവർത്തകരുമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന സമയത്ത് കൂടുതൽ നന്നായിട്ട് കേൾക്കുക. നമ്മൾ ഈ പന്തൊക്കെ കളിക്കുന്ന സമയത്ത് റഫറിയുടെ വിസിൽ കേൾക്കുന്ന സമയത്താണല്ലോ നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുന്നത് നിർത്തേണ്ടതാണ് അല്ലെങ്കിൽ തുടങ്ങാനുള്ള വിസിലാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് സംയമനത്തോടു കൂടി ആ വീഡിയോ കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം പറയാതിരിക്കാമായിരുന്നു. ഇനി താങ്കൾ ഇവിടെ അനാവശ്യമായിട്ടൊരു ചെറിയ രാഷ്ട്രീയം കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതായത് യോഗി ആദിത്യനാഥ് അവിടെയുള്ള സാനിറ്റേഷൻ ജോലിക്കാർക്ക് വളരെ വൈകിട്ടാണ് അവരുടെ ബോണസ് പ്രഖ്യാപിച്ചത് എന്നൊക്കെ താങ്കൾ പറയാൻ ശ്രമിച്ചു. താങ്കൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, UPയിലെ സാനിറ്റേഷൻ ജോലിക്കാരുടെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഏതാണ്ട് 9,000 രൂപയാണ്. എന്നാൽ ഈ കുംഭമേള നടക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടിസ്ഥാന ശമ്പളം എന്നത് യോഗി ആദിത്യനാഥ് 16,000 രൂപയായിട്ട് പരിഷ്കരിച്ചിരുന്നു. അപ്പോൾ അത് എത്ര ശതമാനം വർധനയാണ് എന്ന് താങ്കൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. തന്നെയുമല്ല, ഇത് കുംഭമേള പീരീഡിലേക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാ സാനിറ്റേഷൻ ജോലിക്കാരുടെയും UP ഗവൺമെൻറ്റിൻ്റെ എല്ലാ അത്തരത്തിലുള്ള ജോലിക്കാരുടെയും അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 16,000 രൂപയായിട്ടാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്നത് കുംഭമേളയ്ക്ക് മുമ്പ് തന്നെയാണ്. പിന്നെ കുംഭമേള കഴിഞ്ഞതോടുകൂടി വളരെ ഭംഗിയായിട്ട് ഈ സാനിറ്റേഷൻ ജോലികളെല്ലാം തന്നെ അവരുടെ ജീവനക്കാർ ചെയ്തതുകൊണ്ട് അവർക്ക് 10,000 രൂപയുടെ സ്പെഷ്യൽ ബോണസ് പ്രഖ്യാപിക്കാനുണ്ടായത്. അതല്ലാതെ നേരത്തെ പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന ഒരു കാര്യം അവസാനമായപ്പോഴത്തേക്ക് കൊടുത്തു എന്ന രീതിയിലത്തേക്ക് അതിനെ ദയവ് ചെയ്ത് വ്യാഖ്യാനിക്കാതിരിക്കുക. ഇതൊക്കെ ഈ അല്പജ്ഞാനത്തിൻ്റെ പ്രശ്നമാണ്. കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ പറഞ്ഞുകൊണ്ട് ഫൗള് കാണിക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നാണ് പന്തുകളിക്കാരനോട് എനിക്ക് പറയാനുള്ളത്.
ഇനി 8 വർഷം മുമ്പ് നടന്നിരുന്ന താങ്കളുടെ ജോലി നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു വിഷയം ഞാൻ എന്തിനാണ് അനാവശ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് എന്നൊക്കെ താങ്കൾ ചോദിച്ചു. താങ്കൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വശം പറഞ്ഞില്ല. അതായത് താങ്കൾ പറഞ്ഞത് മുഴുവനും താങ്കൾക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. എന്നാൽ കേന്ദ്ര സ്പോർട്സ് മന്ത്രി അന്നത്തെ വിജയ് ഗോയലോ മറ്റോ ആണ്, അദ്ദേഹം താങ്കൾക്കൊപ്പമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. താങ്കളെ നേരിട്ട് വിളിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് താങ്കൾ പറയുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞത്. അതായത് മന്ത്രിയുടെ തീരുമാനം, അഭിപ്രായം ഒക്കെ താങ്കൾക്ക് അനുകൂലമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. ആ പറഞ്ഞത് അത്രയും ശരിയാണ്. പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സത്യാവസ്ഥ താങ്കൾ പറഞ്ഞില്ല. അതായത് താങ്കൾക്ക് ജോലി കിട്ടുന്നത് ഏജീസ് ഓഫീസിലാണ്. ആ ഏജീസ് ഓഫീസിലുള്ള താങ്കളുടെ ജോലിയുടെ ടേം എന്ന് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ നിശ്ചിത അറ്റൻഡൻസ് വേണ്ടുന്ന പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഈ 2 വർഷ കാലയളവിൽ അത് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് വീണ്ടും 2 വർഷത്തെ എക്സ്റ്റൻഷൻ താങ്കൾക്ക് നൽകിയിരുന്നു. അപ്പോൾ 2012 കിട്ടിയിരുന്ന ജോലി 2014 വരെയുള്ള ഒറിജിനൽ പ്രൊബേഷൻ, അതിനുശേഷം പിന്നീട് 2 വർഷം 2016 വരെ താങ്കൾക്കൊരു എക്സ്റ്റൻഡഡ് പ്രൊബേഷനും കൂടി കിട്ടിയിരുന്നു. എന്നാൽ ഇരട്ടിയാക്കുന്ന പ്രൊബേഷൻ പീരീഡ് ഇരട്ടിയാക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഇളവ് നൽകാനായിട്ട് ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. താങ്കൾക്ക് ഈ കാലയളവിൽ മതിയായിട്ടുള്ള അറ്റൻഡൻസ് ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ സർവീസ് ചട്ടപ്രകാരമാണ് താങ്കൾ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. ഇനി അതിൽ കേന്ദ്ര സ്പോർട്സ് മന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ഏജീസ് ഓഫീസുമായി ബന്ധപ്പെട്ട് അക്കാലത്തും പ്രത്യേകിച്ചൊരു സ്പോർട്സ് ബോഡിയൊന്നുമില്ല. തന്നെയുമല്ലാതെ സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പുമല്ല. അദ്ദേഹം ഈ വിഷയം കേട്ടപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കാം എന്ന് വിചാരിച്ചു. എന്തോ ഒരു ഇൻറ്റേർണൽ എൻക്വയറിയോ മറ്റോ ഉണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനമൊന്നും തന്നെ താങ്കൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചട്ടപ്രകാരമാണ് താങ്കളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു എഗ്രിമെൻറ്റിൽ എത്തുകയായിരുന്നു എന്നാണ് നമുക്കറിയാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2 വർഷത്തെ പ്രൊബേഷൻ കാലയളവിൽ ഒരു നിശ്ചിത അളവ് ഹാജർ താങ്കൾക്ക് ഉണ്ടാകേണ്ടതാണ്. അതിന് 4 വർഷം പീരീഡ് തന്നതിന് ശേഷവും താങ്കൾക്കത് പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ട് സർവീസ് ചട്ടപ്രകാരം നിയമപരമായിട്ടാണ് താങ്കളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ചില കളകളൊക്കെ തന്നെ മുളയ്ക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവയെ സമൂഹത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറിച്ചു മാറ്റി. അതുകൊണ്ട് അവയൊന്നും തന്നെ ഇത്തിൽ കണ്ണികളായിട്ട് വളർന്നില്ല എന്ന കാര്യത്തിൽ വലിയ ആശ്വാസമുണ്ട്. ഇനി വിജയ് ഗോയൽ എന്ന് പറയുന്ന സ്പോർട്സ് മന്ത്രിയുടെ അഭിപ്രായമാണ് ഈ ഒരു വിഷയത്തിൽ ആധികാരികമെങ്കിൽ ഗംഗയുമായി ബന്ധപ്പെട്ട് യു.പിയിലെ ഹെൽത്ത് മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യവുമുണ്ട്. അവിടുത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അവിടെ സ്കിൻ ഡിസീസുകളൊന്നും തന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ്, പ്രത്യേകിച്ച് ഈ ഹിന്ദു പാരമ്പര്യത്തിനെ പേർന്ന ശങ്കരാചാര്യരെയൊക്കെ തന്നെ കൂട്ടുപിടിച്ച് നമ്മളോട് തർക്കിക്കാനായിട്ട് വെറുതെ വരരുത്. അതുകൊണ്ട് താങ്കളുടെ ഹോംവർക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യുക. ഇനി താങ്കൾ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, താങ്കളുടെ രാഷ്ട്രീയം ചികഞ്ഞു പോയ നിരീക്ഷകന് സ്വന്തം രാഷ്ട്രീയം പറയാനായിട്ടുള്ള തൻ്റെ ഇടമില്ല എന്നാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് വിഷയാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ദേശീയ താല്പര്യം, നമ്മുടെ പാരമ്പര്യം, ഈ കാര്യങ്ങളെപ്പറ്റി എനിക്ക് അങ്ങേയറ്റത്തെ വിശ്വാസമാണ്. അപ്പോൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടുന്ന, നമ്മുടെ ജനതയ്ക്ക് വേണ്ടുന്ന ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ ആരെടുത്താലും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം. അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ കൊടിയുടെയോ ഒന്നും തന്നെ അഭയം ആവശ്യമില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾ ഒരുപക്ഷെ ചെറിയ സമയത്ത് തന്നെ SFI പോലെയുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് ഇതില്ലാതെ ജീവിക്കാനായിട്ട് മനുഷ്യന് കഴിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് പാർട്ടി രാഷ്ട്രീയമാണ് എന്നുള്ള ചില മിഥ്യാധാരണകളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു. അത് കുറച്ചുകൂടി ലോകപരിചയം ഉണ്ടാകുമ്പോൾ താനെ മാറിക്കൊള്ളും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ഇതിൽ വലിയ തമാശയായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് ചരിത്രപരമായിട്ടുള്ള വസ്തുത, മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ ചരിത്രം ഇതൊന്നും തന്നെ അറിയില്ല എന്ന് തെളിയിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഈ സംഘം, പ്രയാഗ്രാജിലുള്ള സംഘത്തിൻ്റെ ജിയോഗ്രാഫിക്കായിട്ടുള്ള പ്രത്യേകതകൾ പോലും അറിയില്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ആ മാപ്പ് കാണിച്ചതിന് ശേഷം സെക്ടർ 24 എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അറയിൽ ഘാട്ടിലാണ്. അപ്പോൾ അവിടെ ത്രിവേണി സംഗമത്തിലല്ല അവിടെ കുളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ മാപ്പിൽ തന്നെ സെക്ടർ 10, 11 ഒക്കെ തന്നെ കാണാം. അതിന് ഇടയിൽ കൂടി വരുന്ന ഭാഗത്തു നിന്നാണ് ഗംഗാ നദി ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ഇത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റാണ്. രണ്ടാമത്തേത്, സെക്ടർ 1നും 23നും ഇടയ്ക്കുള്ള ഭാഗത്തു നിന്നാണ് യമുന നദി ഒഴുകി വരുന്നത്. അതിൽ 3, 21, 24 എന്നീ സെക്ടറുകളുടെ ഇടയിലുള്ള ആ ഭാഗമുണ്ട്. അതിലേക്ക് ചേർന്നിട്ട് ആ വരുന്ന ഭാഗത്താണ് സംഘം. അതിനുശേഷം അത് സെക്ടർ 25 വഴി അത് സംഘമായിട്ട് തന്നെ ഒഴുകുകയാണ്. സംഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളുടെ സംഗമമാണ്. ആ സംഘത്തിൻ്റെ ഡൗൺ സ്ട്രീമാണ് പിന്നീട് ഈ സെക്ടർ 25 വഴിയൊക്കെ തന്നെ ഒഴുകുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അതായത് അറയിൽഘട്ടിലെ സെക്ടർ 24ൽ താമസിക്കുന്ന ഒരാൾ മുന്നോട്ട് കടക്കുന്നത് സംഘം വെള്ളത്തിലാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറുന്ന കാര്യമൊന്നും തന്നെ പറയേണ്ടതില്ല. അത് അദ്ദേഹത്തിന് ജിയോഗ്രാഫിക്കായിട്ട് ഈ നദികൾ എങ്ങനെയാണ് ഒഴുകുന്നത്, എവിടെയാണ് സംഘം നടക്കുന്നത്, അതിൻ്റെ ഡൗൺ സ്ട്രീം എങ്ങോട്ടാണ് പോകുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെ വീണ്ടും എക്സ്പോസ് ചെയ്യുകയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ.
സംഘം ആണെന്ന് കരുതി അറയിൽഘാട്ടിൽ ആരോ കുളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി എന്ന് പറയുന്നത് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള മറ്റൊരു കമ്പാരിസൺ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പിന്നെ പന്തുകളിക്കാരൻ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഏത് സമയത്താണ് അവിടെ പോയത് എന്നുള്ളതാണ്. ഷാഹി സ്നാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം 12-ാം തീയതിയുള്ള വിശേഷ സ്നാനവും കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളത് 26-ാം തീയതി മഹാശിവരാത്രിയുടെ സ്നാനമാണ്. ആ 2 ആഴ്ച സമയമാണ് അവിടെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള സമയം, ഏറ്റവും കുറവ് ആൾക്കാർ ഒരുപക്ഷെ എത്തുന്ന സമയം അതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ നഗരിയിലേക്ക് വാഹനത്തിൽ തന്നെ, വില്ലേജിന് മുന്നിൽ തന്നെ എത്താൻ പോലും സാധിച്ചത്. ഞാൻ സ്നാനത്തിന് പോകുന്ന സമയത്ത് അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ലാതെ അവിടെ കൂടുതൽ വലിയ തിരക്കുണ്ടായിരുന്നു എന്ന് നുണ പറയേണ്ടുന്ന കാര്യമൊന്നും എനിക്കില്ല. പിന്നെ അരി എത്ര എന്ന് ചോദിക്കുന്ന സമയത്ത് പയറഞ്ഞാഴി എന്ന രീതിയിലത്തേക്കുള്ള സമീപനമല്ല നമ്മുടെ നാട്ടിലെ നദികളുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പന്തുകളിക്കാരൻ പറയേണ്ടത്. കാരണം നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി ഒന്നും തന്നെ ഇദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കൺസേണുമില്ല. അത് പറയുന്ന ഞാൻ സംസ്ഥാന ദ്രോഹിയാണ് എന്ന രീതിയിലത്തേക്ക് ചിത്രീകരിക്കാൻ കൂടി ഇദ്ദേഹം ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും കേരളത്തിനെപ്പറ്റി ആകുലതയില്ലാത്ത പന്തുകളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഗംഗയെപ്പറ്റി, ഗംഗയുടെ സംഗമത്തിനെ പറ്റിയൊക്കെ മാത്രം ആകുലതയുള്ള പന്തുകളിക്കാരനെ സംബന്ധിച്ചിടത്തോളം കേരള വിരോധി അദ്ദേഹമാണോ ഞാനാണോ എന്ന് അദ്ദേഹം ഒന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇവിടുത്തെ പാർവതി പുത്തനാറിനെക്കുറിച്ച്, ആമയിഴഞ്ചാൻ തോടിനെക്കുറിച്ച്, പമ്പയെക്കുറിച്ച്, കല്ലായിയെക്കുറിച്ച്, പെരിയാറിനെക്കുറിച്ച് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അരി എത്ര, പയറഞ്ഞാഴി, കമ്പിളിപ്പുതപ്പ് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അദ്ദേഹത്തിന് വീണ്ടും വലിയ ചൊറി തോന്നുന്നത് കേരള സാർ, 100% ലിറ്ററസി സാർ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചതിലാണ്. ഫോൾസ് മലയാളി പ്രൈഡിനെ ഇത്രത്തോളം ഹേർട്ട് ചെയ്തിരിക്കുന്ന ഒരു പരാമർശം അടുത്തിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രീതിയിലത്തേക്കുള്ള ചരിത്രത്തിനെക്കുറിച്ചോ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ താൻ പോയ സ്ഥലത്തിൻ്റെ ജിയോഗ്രാഫിക്കായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു വ്യക്തി നിന്നിട്ടാണ് നമ്മളോട് പല കാര്യങ്ങളും തർക്കിച്ചതിന് ശേഷം അവസാനം നമ്മൾ കേരള വിരോധിയാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്നതിന് ശ്രമിക്കുന്നത്. ഒപ്പം കേരള സാർ, 100% ലിറ്ററസി സാർ എന്ന് പറയുന്ന ആ ഒരു ഹേർട്ട് ചെയ്തിരിക്കുന്ന വാക്കിനെ വീണ്ടും അദ്ദേഹം പറയുകയുമാണ്. പിന്നെ പന്തുതട്ടുകാരനെ സൈബർ ആക്രമണം നടത്തിയിരിക്കുന്നത് ഞാനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ആരോടും നിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ആഹ്വാനമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ താങ്കളെ ആരെങ്കിലും അധിക്ഷേപിച്ചുവെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി ഒന്നും തന്നെ എനിക്ക് ചാർത്തി തന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവുമില്ല. പണ്ട് മഞ്ഞപ്പട ഫാൻസുമായിട്ട് പ്രശ്നമുണ്ടായ സമയത്ത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അവരാരും പ്രശ്നത്തിന് വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കാര്യങ്ങളെയൊക്കെ തന്നെ കുറച്ചുകൂടി സംയമനത്തോടു കൂടി മനസ്സിലാക്കാൻ പന്തുതട്ടുകാരൻ ശ്രമിക്കണം. അവസാനം താങ്കൾ കളിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള വിക്ടിം കാർഡാണ്. അങ്ങനെ ഒരു വിക്ടിം കാർഡ് കളിക്കേണ്ടി വന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ കൺവിക്ഷൻ ഇല്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഇവിടെ കുറേയധികം ആൾക്കാർ താങ്കളെ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ നദികളെ, പുണ്യനദികളെയൊക്കെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ട് താങ്കൾക്ക് കമൻ്റ് ഇടുന്നു, താങ്കളെ ഇതേപോലെ ആക്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വിക്ടിം കാർഡ് ഇറക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിൽ നിന്ന് തന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ കൺവിക്ഷൻ ഇല്ല എന്ന് വളരെ വ്യക്തമാവുകയാണ്. അപ്പോൾ ഈ വിക്ടിം കളിയുടെ ഭാഗമായിട്ട് മതവും രാഷ്ട്രീയവും ഒക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. രാഷ്ട്രീയം ഇതിലെന്തായാലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മതമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നെനിക്കറിയില്ല. പൂർണ്ണമായും ഹൈന്ദവ ആചാരമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഇതര മതസ്ഥരുമായി ബന്ധമുള്ള എന്തെങ്കിലും പരാമർശമില്ല. എങ്കിൽ പോലും ഈ ഒരു വിക്ടിം കാർഡ് കളിക്കുന്ന സമയത്ത് മതമാണ് ഏറ്റവും നല്ല കാർഡ് എന്നതുകൊണ്ട് തന്നെ പന്തുതട്ടുകാരൻ ഇതിൽ മതത്തിനെ കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് വീണ്ടും കളിക്കുകയാണ്. പിന്നെ ഈ വിക്ടിം കാർഡ്, മതപരമായിട്ടുള്ള കാർഡ് ഒക്കെ ഇറക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇനി ഒരു ഭാവിയിൽ ഒരു തലമുറ ഉണ്ടാകുന്നുണ്ട്. ആ തലമുറയോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ. ശരിയാണ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആഘോഷം, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എന്ത് തരത്തിലുള്ള ആത്മീയതയാണ് നാം അവിടെ നേടുന്നത്, ആ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഗംഗ ഒഴുകുന്നത് എവിടെ നിന്നാണ്, യമുന ഒഴുകുന്നത് എവിടെ നിന്നാണ്, സരസ്വതി നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നാണ് സങ്കല്പം, സംഘം എവിടെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഡൗൺ സ്ട്രീം എവിടെയാണ്, ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടായി വരട്ടെ എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ ഇതേപോലെയുള്ള വങ്കത്തരങ്ങൾ നമുക്കിനിയും കേൾക്കേണ്ടി വരും. എന്തായാലും ഈ വിശദീകരണങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ, മണ്ടത്തരങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം ബോധവാനാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മാർക്കസ് സിസറോ പറഞ്ഞതുപോലെ A man can make mistakes, but only an idiot will persist in his mistakes. ഏതൊരു മനുഷ്യനും തെറ്റുകൾ പറ്റാം, പക്ഷെ ഒരു വിഡ്ഢി മാത്രമേ അയാളുടെ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.